നമുക്ക് മലയാളികൾക്ക് വണ്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഗൾഫിൽ നമ്മൾ ഓടിക്കുന്ന വണ്ടിയുമായിട്ട് നാട്ടിൽ പോകാൻ പറ്റും. എങ്ങനെ പോകാം, പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തുമാത്രം ചിലവ് വരും നോക്കിയാലോ. ഫസ്റ്റ് കണ്ടീഷൻ, ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ വാലിഡ് ആയിരിക്കണം. 2, വണ്ടിക്ക് ലോണോ മറ്റോ സീനുകളോ ഉണ്ടാവാൻ പാടില്ല. 3, വണ്ടി നിങ്ങളുടെ സ്വന്തം പേരിലായിരിക്കണം. കമ്പനി പേരിലാണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇനി നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ വണ്ടിക്ക് കാർനെറ്റ് വെഹിക്കിൾ പാസ്പോർട്ട് വേണം എന്നുള്ളതാണ്. UAE എമിറേറ്റ്സ് മോട്ടോർ സ്പോർട്സ് ഓർഗനൈസേഷനിൽ നമുക്ക് പോകാം വണ്ടിയുമായിട്ട്. വണ്ടിയുടെ കാറ്റഗറി മോഡലൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മളോട് പേ ചെയ്യണം. അത് ആക്ച്വലി റീഫണ്ടബിൾ ആണ്. 25,000 ദിറംസ് മുതൽ 40,000 ദിറംസോ അല്ലെങ്കിൽ 1,00,000 ദിറംസ് വരെയൊക്കെ നമ്മൾ അവിടെ കെട്ടിവെക്കേണ്ടി വരും. പക്ഷേ അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ദെൻ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു വെഹിക്കിൾ പാസ്പോർട്ടുമായിട്ട് നമ്മൾ RTO ഓഫീസിലേക്ക് പോകണം. ഇടയിൽ ഡോക്യുമെൻറ്റ്സും മറ്റ് കാര്യങ്ങൾക്കൊക്കെ 2,500 ദിറംസും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് റീഫണ്ടബിൾ അല്ല കേട്ടോ. ദെൻ RTA നമുക്ക് ടൂറിസം സർട്ടിഫിക്കറ്റ് തരുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ ഷിപ്പിംഗ് ഏജൻറ്റ് ആരാണെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ നമ്മുടെ ഷിപ്പിംഗ് ഏജൻറ്റ് നോക്കിക്കോളും. സോ വണ്ടി ഇവിടുത്തെ പോർട്ടിൽ നിന്നും അങ്ങനെ കൊച്ചി പോർട്ടിലേക്ക് എത്തുന്നു. ആൻഡ് ഇന്ത്യൻ ടൂറിംഗ് ക്ലബിൻ്റെ NOC ആണെങ്കിലും ഇൻഷുറൻസ് ഒക്കെ നിങ്ങളുടെ ഏജൻസി ക്ലിയർ ചെയ്യും. വണ്ടി മേടിക്കാനായിട്ട് നമ്മൾ പാസ്പോർട്ടുമായിട്ട് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വണ്ടിയുടെ ഒരു ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കീ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഈ വണ്ടി നമുക്ക് അങ്ങനെ 6 മാസക്കാലമാണ് നാട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. റോഡ് ടാക്സ് അടയ്ക്കണം. ആദ്യത്തെ മാസം 10,000 രൂപ, പിന്നെയുള്ള മാസങ്ങൾ 5,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത്. തിരിച്ച് ഈ വണ്ടി കൊണ്ടുവരുമ്പോഴും ഇതേ പ്രൊസീജിയറിലൂടെ തന്നെ നമ്മൾ കടന്നു പോകണം. സോ മൊത്തത്തിൽ ഇവിടുത്തെ വണ്ടി നാട്ടിൽ ഓടിക്കാനായിട്ട് ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൂടാതെ നമ്മൾ കയ്യിൽ കാണണം.